റേസിംഗ് പെഡൽസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫോം ബോർഡാണ് ഇവിടെ എടുക്കുന്നത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12x2.6 സെൻറ്റിമീറ്റർ അളവിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യും. ഇതാണ് സാധാരണ റേസിംഗ് പെഡൽസിൻ്റെ ആ ഒരു അളവ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെറിയ പീസുകൾ കട്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അതെല്ലാം കൂടെ ഒട്ടിച്ചിട്ടിട്ടുണ്ട്, ഇതുപോലെ 3 വെച്ച്. ഞാൻ ഇതെല്ലാം ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഇട്ടിട്ട് ഇതുപോലത്തെ 4 7 പെഡൽസിൻ്റെയാണ്. ഞാനിപ്പം ബ്രേക്കും ഹാൻഡ്ബ്രേക്കും മാത്രം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോന്നിട്ടും 3 വെച്ചാണ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ചെറിയ പീസുകൾ ഓരോന്നിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചിട്ടാം. നല്ല ബലത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ചെടി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കുറച്ച് PVC പൈപ്പ് കട്ട് ചെയ്ത് അതിന് ഹീറ്റാക്കിയിട്ട് ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്ററിൻ്റെ ഫിറ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇങ്ങനെ 2 പീസ് കിട്ടുമ്പോൾ ഒരു പക്കം പറഞ്ഞ് ഗ്ലൂ ചെയ്ത് വെക്കാം. ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സംഭവത്തിൽ ചെറിയൊരു വട്ടത്തിന് കുറവെടുക്കുന്നത് ഇതിൻ്റെ സ്മൂത്ത് മാറ്റി നടക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സാൻഡ്ബോർഡിലിട്ട് സാൻഡിങ് ചെയ്തിട്ട് ഇതുപോലുള്ള മൂവ്മെൻറ്റ് വരുത്താനായിട്ട് എൻ്റെ ആദ്യം അതിൽ ഹോൾ ഇടുകയാണ്. ഞാനപ്പോൾ ഇവിടെ ഹോൾ ചെയ്തെടുത്ത് എന്നിട്ട് ഞാനിവിടെ ചെറിയൊരു ഇത് പഴയ ട്യൂബിലും ബൾബിലൊക്കെ കാണുന്ന ഹോൾഡറാണ്. ഇതിൽ ഞാൻ മാർക്ക് ചെയ്തതുപോലെ നമുക്ക് കട്ട് ചെയ്ത് ഹോളാക്കി എടുക്കണം. ഞാൻ ഇവിടെ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയും ഒരു ഹോളുണ്ട്. ഇനി ഞാനിവിടെ അലുമിനിയം കമ്പിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ ഇവിടെ കിട്ടി നല്ല സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സ്ക്രൂവും നട്ട് ബോൾട്ട് ഉപയോഗിക്കാൻ സ്ക്രൂ ഉപയോഗിക്കില്ലേ. ഞാനിപ്പോൾ ഇവിടെ ബോർഡിൽ ഹോൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ചെറിയൊരു സ്ക്രൂ വെച്ച് ഹോൾ ഇട്ടിട്ട് വലിയ ഒരെണ്ണം കയറ്റി വെക്കുകയാണ്. അപ്പോൾ സ്മൂത്ത് ആയിരിക്കും, എളുപ്പത്തിൽ നല്ല ഉറപ്പിലിരിക്കും. എന്നിട്ട് ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഞാനിപ്പോൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ലോക്ക് ചെയ്ത് നമ്മുടെ ബ്രേക്ക് സെറ്റാക്കിയിട്ടത്. ഇനി ഇതുപോലെ ആക്സിലേറ്റർ എല്ലാം സെറ്റാക്കാനുണ്ട്. പക്ഷേ ഇപ്പം ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്സിലേറ്ററിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്പ്രിങ് സെറ്റ് ചെയ്ത്. ഇത് നമ്മുടെ സിറിഞ്ച്, വലിയ സിറിഞ്ചിൻ്റെ അകത്താണ് സെറ്റ് ചെയ്യുന്നത് 2 സ്പ്രിങ്. പിന്നെ ഇത് ജസ്റ്റ് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാം. ബ്രേക്കാണിത്. ബ്രേക്കിൽ ഞാൻ ജസ്റ്റ് സ്പ്രിങ്ങും ഹൈറ്റും വെച്ചാണ് ചെയ്തേക്കുന്നത്. എനിക്ക് അതുപോലെ സിറിഞ്ച് കിട്ടിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് ഇപ്പം നല്ല മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സാധാരണ വയറിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ പൈപ്പ്, ഫ്യൂസ് പൈപ്പ് എടുത്തിട്ട് ഞാൻ ഒന്ന് ഹീറ്റ് ചെയ്തെടുത്ത് ഒന്ന് സ്ക്രൂ എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം കണ്ടു നല്ല സ്മൂത്ത് ആക്ഷൻ നടക്കുന്നുണ്ട്. ഇതിനൊരു പ്രശ്നമുണ്ട്, ഇവിടെ ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ക്രൂ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 പ്ലൈവുഡിൻ്റെ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഇതുപോലെ സെൻറ്ററിലും 2 സൈഡിലുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ ഞാൻ അങ്ങനെ സ്ക്രൂ ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ സിറിഞ്ച്, എനിക്ക് ചെറിയൊരു സിറിഞ്ച് വെച്ചാണ് ഞാൻ ഇതിൻ്റെ, എനിക്ക് പുഷ് ബട്ടൺ ആണ് ശരിക്കും ഇതിന് ഉപയോഗിക്കേണ്ട സാധനം. പുഷ് ബട്ടൺ ആണ് എനിക്കിവിടെ കിട്ടാത്തത് കൊണ്ടാണ്. ഉടനെ ഞാൻ മാറ്റിയിടുന്നതാണ്. ഞാൻ കണ്ടോ 2 രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. 2 മോഷൻ കിട്ടാൻ 2 ഒരേപോലെ വർക്ക് ചെയ്യുന്ന വിധത്തിൽ ചെയ്യരുത്. ആക്സിലേറ്റർ തുള്ളി ലൂസും ബ്രേക്ക് ഇത്തിരി ഹാർഡും രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. 4 വയറെടുത്ത് ഞാൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കണക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അറ്റം വരുന്നത് 4 പിന്നേഴ്സാണ്. ഈ 4 പിന്ന് നമ്മളുടെ ഈ വീട്ടിൽ കാണുന്നത് പോലെ പഴയ മൗസ് കാണും, വർക്കാവണമെന്നില്ല. ജസ്റ്റ് അതിൻ്റെ DPI ഒന്നും വർക്കാവണമെന്നില്ല. പക്ഷേ ജസ്റ്റ് ബട്ടൺസ് എല്ലാം വർക്കായാൽ മാത്രം മതി. അത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഈ 2 ബട്ടൺസാണ്. നമ്മുടെ ലെഫ്റ്റിലത്തെ ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ അത് വർക്കാകത്തില്ല. റൈറ്റ് സൈഡിലെയും ആ DPIൻ്റെ സ്വിച്ചും മാത്രമേ വർക്കാകത്തുള്ളൂ. സോറി, DPI അല്ല, ഇതിൻ്റെ സ്ക്രോളറിൻ്റെ ബട്ടൺ. ഇത് നമുക്ക് പുഷ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വർക്കുന്നുണ്ട്. ഇപ്പം സാധനം സെറ്റാണ്. ഞാൻ വീഡിയോ എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം. ഇത് ഒക്ടോബസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നേരത്തെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പം പ്ലേ സ്റ്റോറിൽ നിന്ന് പോയി എന്താണെന്ന് എനിക്കറിയില്ല. വേണം ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമിനകത്ത് എടുക്കാം. കീ മാപ്പിംഗ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കണ്ടോ വർക്കുണ്ട് കറക്റ്റായിട്ട്. കീ മാപ്പിംഗ് ചെയ്ത് കണക്ഷൻ കൊടുത്താൽ മതി. ഒരു OTG വെച്ച് ആ USB-യുടെ വയർ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ടോട്ടലി 100% വർക്കാവുന്നുണ്ട്. കണ്ടില്ല, ഇപ്പം മനസ്സിലായല്ലോ. ഈ ഒരു സാധനം ഉണ്ടാക്കുന്ന വീഡിയോ, ഈ ഒരു നമ്മുടെ സിം റേസിംഗ് പെഡൽസ് 100% വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുവരെ യൂട്യൂബിൽ ആരും ഇതുപോലെ സാധനം ഉണ്ടാക്കാൻ ചെയ്തിട്ടില്ല. ഞാനത് കുറച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടതാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ കൈ ബ്രോ. ബൈ.